മുൻമന്ത്രി വി സുരേന്ദ്രൻപിള്ളയെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ സിപിഐഎം ആലോചന. ആന്റണി രാജുവുമായി ധാരണയിൽ എത്തിയാൽ തീരുമാനം ഉണ്ടാകും. ഇതിന് മുന്നോടിയായി ആർജെഡിയിൽ നിന്ന് സുരേന്ദ്രൻപിള്ള രാജിവെച്ചു. മത്സരരംഗത്ത് ഉണ്ടാകുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ സുരേന്ദ്രൻപിള്ള തയ്യാറായില്ല. അർജുൻ രാജേരിക്കാണ് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, സത്യത്തിൽ ആർജെഡിക്ക് ലോട്ടറിയാണ്. 3 സീറ്റായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് ഈ തരത്തിൽ നോക്കുകയാണെങ്കിൽ 5 പേർ ആർജെഡിയിൽ നിന്ന് മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. രുചീഷ്, അങ്ങനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ആ നിഗമനത്തിലേക്ക് എത്താം. അതേസമയത്ത് സുരേന്ദ്രൻപിള്ള ആർജെഡിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ മുൻപ് മത്സരിച്ച ആൾ കൂടിയാണ് സുരേന്ദ്രൻപിള്ള. മന്ത്രിയായിരുന്നു, പിന്നീട് നേമത്തും മത്സരിച്ച ചരിത്രമുണ്ട്. അദ്ദേഹത്തെയാണ് MLA ആയിരുന്ന തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ പിന്നീട് അയോഗ്യനാക്കപ്പെട്ട ആന്റണി രാജു എന്തു പറയുന്നു എന്നുള്ള കാര്യത്തിലായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവുക. അദ്ദേഹത്തിന്റെ പാർട്ടിയായ ജനാധിപത്യ കേരള കോൺഗ്രസ് ഇന്ന് യോഗം ചേരുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ആന്റണി രാജു കൂടി അംഗീകരിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം സെൻട്രലിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വി സുരേന്ദ്രൻപിള്ള വരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടി വേണം അദ്ദേഹത്തിന്റെ പാർട്ടി വിടൽ എന്നുകൂടി കാണാം. അദ്ദേഹം വിശദീകരിക്കുന്നത് 3 സീറ്റ് കൂടുതൽ, കഴിഞ്ഞ വട്ടം 3 സീറ്റായിരുന്നു, ഇത്തവണ കൂടുതൽ സീറ്റ് ആർജെഡി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ LDF 3 സീറ്റ് മാത്രമാണ് അനുവദിച്ചത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ പാർട്ടി വിടൽ എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ കൂടിയും എല്ലാ സാധ്യത കൂടി തുറന്നിട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാജി പ്രഖ്യാപനം എന്ന് വായിച്ചെടുക്കാം. ഒപ്പം തന്നെ പറയേണ്ടത് സുരേന്ദ്രൻ പിള്ളയ്ക്കായി BJPയും രംഗത്തുണ്ട് എന്നുള്ളതാണ്. BJPയുടെ 2ാം ഘട്ട പട്ടിക ഇന്ന് പുറത്തു വന്നപ്പോഴും തിരുവനന്തപുരം സെൻട്രൽ സീറ്റിന്റെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. സുരേന്ദ്രൻ പിള്ളയെ BJP കൂടി മത്സരരംഗത്തേക്ക് ഇറക്കാൻ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തായാലും തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ സുരേന്ദ്രൻ പിള്ള സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അത് LDFന്റേതാണോ BJPയുടേതാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. രുചീഷ്. ശരി അർജുൻ, എന്തായാലും സുരേന്ദ്രൻപിള്ള തിരുവനന്തപുരത്തേക്ക് വരികയാണ്. എന്തായാലും നേരത്തെ MLAയും മന്ത്രിയുമായ മണ്ഡലം, അതിനോട് ഒരു ആത്മബന്ധം ഉണ്ട് എന്നായിരുന്നു സുരേന്ദ്രൻപിള്ള പ്രതികരിച്ചത്. ആ പ്രതികരണം കൂടി ഒന്ന് കാണാം. പാർട്ടി പ്രസിഡന്റ് ഇന്നലെ പ്രഖ്യാപിക്കുകയും ചെയ്തു. 3 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആ 3 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 3 സീറ്റിൽ നമ്മൾ അംഗീകരിച്ചു എന്നാണ്. അത് ഞങ്ങളെ സംബന്ധിച്ച് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ജില്ലയിൽ ഭൂരിഭാഗം ആളുകൾ തൽസ്ഥാനങ്ങൾ, ഇപ്പോൾ ഏതെല്ലാം സ്ഥാനങ്ങളിരിക്കുന്നോ ആ സ്ഥാനങ്ങളെല്ലാം രാജിവെക്കാൻ തീരുമാനിച്ചു.